ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ദൈവമേ, എന്റെ കൃഷ്ണമോളെ കണ്ടല്ലോ. മോളെ മോളെ എന്തു പറ്റി മോളെ? എന്തിരിപ്പായത്? ഞാൻ ഈ നാടായ നാട് മുഴുവൻ മോളെ തിരക്കി നടക്കുമായിരുന്നു. എന്തേലും പ്രശ്നമുണ്ടോ? സുഖമില്ലേ നിനക്ക്? ഗോപാലമ്മ വിചാരിച്ച പോലെ മുഴുവൻ ടിക്കറ്റും ഇന്നെനിക്ക് വിറ്റ് തീർക്കാൻ പറ്റിയില്ല. ഇത്ര എന്റെ കയ്യിൽ ബാക്കിയിരിക്ക. അതെ, വിറ്റ് തീർന്നില്ലെങ്കിൽ മോക്ക് എന്റെ അടുത്തേക്ക് പോന്നാ പോരായിരുന്നോ? രാത്രി ഇവിടെ വന്നിരുന്നിട്ട് എന്താ കാര്യം? ടിക്കറ്റ് വിറ്റില്ലെങ്കിൽ വിറ്റില്ല, അത്ര തന്നെ. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ. സത്യം പറ, എന്തെങ്കിലും തളർച്ച തോന്നിട്ടിരുന്നാണോ? അതൊന്നും അല്ല ഗോപാലമ്മ, പെട്ടെന്ന് എന്റെ മനസ്സ് കൈവിട്ട് പോകുമെന്ന് തോന്നിയപ്പോ ഞാനിവിടെ വന്നിരുന്നതാ. മോള് നവീനെ കണ്ടിരുന്നോ? ഞാൻ നവീനെ കണ്ടുവെന്ന് ഗോപാലമ്മൻ എങ്ങനെയാ മനസ്സിലായത്? ഞാനൊന്നും മനക്കണക്ക് കൂട്ടിയതാ. അല്ലെങ്കിൽ മോള് സന്ധ്യ ആവുമ്പോഴേക്കും തിരിച്ചു വന്നേനെ. അല്ലാതെ വിഷമിപ്പിക്കുന്ന കാര്യം ഓർത്താലും നിന്നെ കൊണ്ട് ഇവിടെ ഇരിക്കാനും പറ്റില്ല. സത്യം പറ, എവിടെ വെച്ചാ മോള് കണ്ടത്? അവിടെ ഒരു കടയുടെ അടുത്ത് വെച്ചാ. മാണിക്കുഞ്ഞുണ്ടായിരുന്നു കൂടെ. ഞാൻ പെട്ടുപോയിനെ അവരുടെ മുന്നില്. പിന്നെ ഒരുവിധം എങ്ങനെയോ ഒളിച്ചു. എന്നിട്ട് കടയിലേക്ക് പോയത് മാണിക്കുഞ്ഞ. നവീൻ കാറിൽ തന്നെ ഇരിക്കായിരുന്നു. കാറിനകത്തുണ്ടല്ലോ, അപ്പൊ ഒന്ന് കാണാലോ എന്ന് കരുതി ഞാൻ. നവീൻ വണ്ടിന്ന് പുറത്തിറങ്ങി. അപ്പൊ ഞാൻ നന്നായി കാണുകയും ചെയ്തു. നവീനോ? എന്നെ കണ്ടില്ല. ഞാൻ മാറിക്കളഞ്ഞു. പക്ഷെ അകന്നകന്ന് പോയപ്പോ മനസ്സിൽ നിന്ന് എന്തോ പറിച്ചെടുത്ത് കൊണ്ടുപോയ പോലെ. ഞാൻ കാണിക്കുന്ന ധൈര്യമൊക്കെ എന്റെ തലയ്ക്ക് മീതെ കൂടെ ഇടിഞ്ഞു വീണതുപോലെ എനിക്ക് ഒട്ടും പറ്റണ്ടായി ഗോപാലമാമ. ഗോപാലമാമൻ എന്തു പറയാനാ മോളെ? കുറച്ച് ധൈര്യം കാണിച്ച് എല്ലാം തുറന്നു പറയാന്ന് വെച്ചാ നീ അതിന് സമ്മതിക്കില്ല. നിന്റെ മനസ്സിന്റെ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ. ഇതിങ്ങനെ എത്ര കാലം കൊണ്ടു നടക്കും? എത്ര കാലം കൊണ്ട് മറക്കും നീ? എനിക്കറിഞ്ഞൂട് ഗോപാലമാമ. ചങ്ക് പറിക്കുന്ന ഈ വേദനയുണ്ടല്ലോ, എന്നെ ഇന്ന് കൊന്നു കളയുന്ന പോലെ തോന്നുക. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. എന്തായാലും നീ വന്നിരുന്നത് ദൈവത്തിന്റെ സന്നിധി തന്നെയാണല്ലോ. അവരിതൊക്കെ കാണുന്നുണ്ടല്ലോ എന്നതാ സമാധാനം.